മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ മൗനം പാലിക്കാൻ വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ച ശേഷം അഭിപ്രായം പറയാമെന്നാണ് സതീശന്റെ നിലപാട്. അഭിപ്രായ പ്രകടനങ്ങളിൽ വിമർശനവുമായി കെ മുരളീധരൻ രംഗത്തെത്തി. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കണ്ട കെ സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചതിലും അത് പരസ്യമാക്കിയതിലും നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. കെ സുധാകരന്റെ പരസ്യ നീക്കത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും മൗനം പാലിക്കാനാണ് വി.ഡി. സതീശന്റെ തീരുമാനം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ, അപ്പോൾ നിലപാട് വ്യക്തമാക്കാം. അതുവരെ പരസ്യ ചർച്ചയ്ക്കില്ലെന്നാണ് വി.ഡി. സതീശന്റെ സമീപനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ഉറച്ച പിന്തുണ ലഭിക്കുമെന്നും വി.ഡി. സതീശൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ.പി.സി. നേതൃത്വത്തിന് വിലക്ക് നിൽക്കുന്നതിനിടെ കെ സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും എതിർപ്പുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ടാലും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. ആര് പറയണം ആര് പറയണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുള്ള കെ സുധാകരന്റെ പ്രസ്താവനയോട് രമേശ് ചെന്നിത്തല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാണെന്നതിനെപ്പറ്റി നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ചക്ക മീഡിയയിൽ വരലിപ്പോൾ തടയാൻ കഴിയില്ലല്ലോ. പക്ഷേ അതൊന്നും വലിയ കോംപ്ലിക്കേഷനേ വരില്ല. 4-ാം തീയതിക്ക് ശേഷം ഞങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യും, ഒരു കൂടിയാലോചനയൊക്കെ പരിഹരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകൾ നിയന്ത്രിക്കുക പ്രയാസമാണെന്ന് കെ.പി.സി. നേതൃത്വത്തിന് ബോധ്യമുണ്ട്. എന്നാൽ പരസ്യ ചർച്ചകളിൽ നിന്ന് നേതാക്കൾ പരമാവധി വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.